ഇപ്പോൾ ലെവിൻ കെ വിജയൻ കൂടി ശരിയാണ്. ലെവിൻ, പ്രത്യേകിച്ച് CPM-ന്റെ സംസ്ഥാന തലത്തിൽ നിറഞ്ഞു നിന്ന നേതാക്കളായ അത് കെ രാധാകൃഷ്ണനും AC മൊയ്തീനും അടക്കമുള്ള ആളുകൾ ഉള്ള പ്രതിപട്ടിയിലേക്ക് വരുന്ന തരത്തിലേക്കുള്ള ഒരു കേസാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ നേതാക്കൾ അടക്കമുള്ള പ്രതികൾക്കാണ് ഇപ്പോൾ സമൻസ് അയച്ചിരിക്കുന്നത്. ഇവരൊക്കെ 4-ാം തീയതി ഹാജരാകും. രുചീഷ്, CPM-നെ സംബന്ധിച്ചുകൊണ്ട് സംസ്ഥാന തലത്തിൽ തന്നെ ഏറ്റവും വെല്ലുവിളി നിറഞ്ഞ, പ്രതിസന്ധികൾ നിറഞ്ഞ ഒരു കാലഘട്ടമായിരുന്നു കരുവന്നൂർ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ടിരുന്ന ED-യുടെ 1ഉം 2ഉം ഘട്ടം അന്വേഷണങ്ങൾ. അതോടൊപ്പം തന്നെ ക്രൈംബ്രാഞ്ച് അന്വേഷണം 2010 മുതൽ 21 വരെയുള്ള കാലയളവിൽ വിവിധ കാലയളവിലായി ബിനാമി പേരുകളിലും വ്യാജ ഒപ്പിട്ടുമൊക്കെ ബാങ്കിന്റെ ഭരണസമിതി അംഗങ്ങൾ സംസ്ഥാന ജില്ലാ നേതൃത്വങ്ങളുടെ അറിവോടുകൂടി CPM ഭരിക്കുന്ന കരുവന്നൂർ ബാങ്കിന്റെ സംസ്ഥാന ജില്ലാ നേതൃത്വങ്ങളുടെ അറിവോടുകൂടി വ്യാപകമായ ക്രമക്കേട് നടത്തി എന്നുള്ളതായിരുന്നു മുൻ CPM പ്രവർത്തകൻ കൂടിയായിട്ടുള്ള സുരേഷ് കുമാറിന്റെ പരാതി. ക്രൈംബ്രാഞ്ചിന് നൽകിയ പരാതിയിൽ ആദ്യം ലോക്കൽ പോലീസിന് നൽകിയ പരാതിയിൽ ശരിയായ അന്വേഷണം നടന്നില്ല. ക്രൈംബ്രാഞ്ച് അന്വേഷണം നടന്നു. CBI അന്വേഷണം വേണമെന്നുള്ള ആവശ്യം ഉയർന്നു. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണത്തിലേക്ക് എത്തി. ഇതിനിടയിൽ CPM-ന് പല ഘട്ടങ്ങളിലായി മറുപടി പറയേണ്ടി വന്നു. പ്രതിസന്ധിയിലൂടെ മുന്നോട്ട് പോകേണ്ടി വന്നു. തെരഞ്ഞെടുപ്പിൽ വിഷയങ്ങളായി പോലും ഇത് മാറി. ഇതിനിടയിലാണ് പ്രധാന നേതാക്കളായ അക്കാലത്തെ വിവിധ കാലയളവിൽ CPM-ന്റെ തൃശൂർ ജില്ലാ സെക്രട്ടറിമാരായിരുന്ന നേതാക്കൾക്കെതിരെ കൂടി ആരോപണമുണ്ടാകുന്നത്. കെ രാധാകൃഷ്ണൻ, നിലവിലെ MP-യും മുൻ മന്ത്രിയും CPM-ന്റെ കേന്ദ്ര കമ്മിറ്റി അംഗവുമായിട്ടുള്ള നേതാവിന്റെ കാലയളവ് മുതൽ ലാസ്റ്റ് ടൈമിൽ കഴിഞ്ഞ സമ്മേളന കാലയളവ് വരെ ജില്ലാ സെക്രട്ടറി ആയിരുന്ന MM വർഗീസിന്റെ പേര് വരെയുള്ള അത്രയും കാലയളവിൽ, അത്രയും 15-20 വർഷത്തിനിടയിലുള്ള കാലയളവിൽ വലിയ ക്രമക്കേടുകൾ, തിരിമറികൾ, സാമ്പത്തിക തട്ടിപ്പുകൾ തുടങ്ങിയ നടന്നു എന്നുള്ളതായിരുന്നു ആരോപണം. ഇതിനിടയിൽ AC മൊയ്തീനെയും കെ രാധാകൃഷ്ണനെയും ഒക്കെ മുൻപ് ഇത്തരത്തിൽ ED സമൻസ് അയച്ച് ചോദ്യം ചെയ്തിട്ടുണ്ട്. ഒരു ദിവസം മുഴുവൻ നീണ്ടു നിൽക്കുന്ന, ഒരു രാത്രികാലം മുഴുവൻ നീണ്ടു നിൽക്കുന്ന റെയ്ഡ് കുന്നംകുളം MLA കൂടിയായിരുന്ന AC മൊയ്തീന്റെ വീട്ടിൽ നടത്തിയിട്ടുണ്ട്. കെ രാധാകൃഷ്ണന് പലതവണ നോട്ടീസ് നൽകി ചോദ്യം ചെയ്യാൻ കൊച്ചിയിലെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഓഫീസിലേക്ക് വിളിച്ചു വരുത്തിയിട്ടുണ്ട്. MM വർഗീസിനെയും CPM-ന്റെ സംസ്ഥാന കമ്മിറ്റി അംഗമായ MK കണ്ണനെയും അടക്കം നിരവധി ആളുകളെ ഇത്തരത്തിൽ ED വിളിച്ചു വരുത്തിയിട്ടുണ്ട്. വടക്കാഞ്ചേരിയിലെ പ്രാദേശിക നേതാവും നഗരസഭാ കൗൺസിലറുമായിരുന്ന അരവിന്ദാക്ഷൻ അടക്കം ഈ കേസിൽ ജയിലിൽ പോയി തടവിൽ കഴിയേണ്ട സാഹചര്യം ഉണ്ടായിരുന്നു. ഇതൊക്കെ നിലവിലുള്ളപ്പോഴും ED-യെ സംബന്ധിച്ചുകൊണ്ട് കേസന്വേഷണം ഒരു വലിയ പ്രതിസന്ധിയായിരുന്നു. തെളിവില്ല എന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. അതോടൊപ്പം തന്നെ സ്വത്തുക്കൾ കണ്ടുകെട്ടി ബാങ്ക് ജീവനക്കാരായിട്ടുള്ള ആളുകളുടെ അടക്കമുള്ള നടപടികൾ ED മുന്നോട്ട് കൊണ്ടുപോയെങ്കിലും അതിൻ്റെ അന്വേഷണം അവസാന ഘട്ടത്തിലേക്ക് എത്തിക്കാൻ, അല്ലെങ്കിൽ ഏതെങ്കിലും നിലയിൽ ഒരു CPM-നെ പ്രതിസ്ഥാനത്ത് നിർത്താൻ, CPM നേതാക്കളെ അല്ലെങ്കിൽ അവർക്ക് എതിരെ ഒരു തെളിവുണ്ടെന്ന് കണ്ടെത്താൻ ED-ക്ക് കഴിഞ്ഞിരുന്നില്ല. ഈ ഘട്ടത്തിലാണ് ഇപ്പോൾ കോടതിയെ ED അറിയിച്ചിരിക്കുന്നത്. CPM നേതാക്കൾക്കെതിരെ കെ രാധാകൃഷ്ണനും AC മൊയ്തീനും MM വർഗീസിനും ഒക്കെ എതിരെ തെളിവുണ്ട് എന്നുള്ളൊരു കോടതിയിൽ അവരൊരു വിവരം നൽകിയിരിക്കുന്നത്. എത്രമാത്രം അത് ബോധ്യപ്പെടുത്താൻ, കോടതിയെ ബോധ്യപ്പെടുത്താനും അത് അന്വേഷണത്തിൽ ജനങ്ങളെ ബോധ്യപ്പെടുത്താനും ED-ക്ക് കഴിയുമോ എന്നുള്ളതാണ് ചോദ്യമായി വരുന്നത്. ഏതായാലും CPM നേതാക്കളുടെ അടക്കം പ്രതികരണം. സഹിൻ, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം CPM എന്ന രാഷ്ട്രീയ പാർട്ടിയെ അടക്കം പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തിയ ഒരു കേസാണ്. 68-ാം പ്രതിയായി ചേർത്തിരിക്കുന്നത് പോലും CPM എന്ന രാഷ്ട്രീയ പാർട്ടിയാണ്. 3 ജില്ലാ സെക്രട്ടറി സ്ഥാനത്തേക്ക് നിന്ന 3 പേരെ, മുൻപ് CPM-ന്റെ തൃശൂർ ജില്ലാ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന 3 പേരടക്കമുള്ള പ്രതികളാണ്. അത് ഉന്നത നേതൃസ്ഥാനത്തേക്ക് മുൻ മന്ത്രി ആയിട്ടുള്ള AC മൊയ്തീൻ ആകട്ടെ, അതോടൊപ്പം കെ രാധാകൃഷ്ണൻ നിലവിൽ MP കൂടിയാണ്. അത്തരത്തിൽ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം ചേർന്ന ഒരു കേസാണ്. അവിടെയാണ് ഇത്തരത്തിൽ ഒരു ചോദ്യം ചെയ്യലുകളിലേക്ക്, തെളിവുകളിലേക്ക് കൂടുതൽ പോകാൻ ആദ്യഘട്ടത്തിലൊന്നും ED-ക്ക് സാധിച്ചിരുന്നില്ല. ഇപ്പോൾ കോടതിയിൽ നിന്നുള്ള ഒരു അനുകൂലമായ വാക്ക് കിട്ടിയിരിക്കുന്നത് പ്രഥമ ദൃഷ്ട്യാ തെളിവുകളുണ്ട്, ചോദ്യം ചെയ്യൽ നടപടികളുമായി മുന്നോട്ട് പോകാമെന്ന് പറയുന്നു. ED-ക്ക് എന്തായാലും ഇത്രയും കാലം നടത്താൻ പറ്റാത്തത് ഇനിയുള്ള കാലത്ത് നടത്താൻ പറ്റുമോ എന്ന് തന്നെയാണ് നോക്കേണ്ടത്. പ്രത്യേകിച്ച് തെളിവുകൾ കണ്ടെടുക്കാൻ പറ്റുമോ എന്നതാണ്. ആദ്യഘട്ടത്തിൽ ഈ 128 കോടിയുടെ സ്വത്ത് കണ്ടുകെട്ടുക തുടങ്ങിയ നടപടികളൊക്കെ നടത്തി. പക്ഷേ ഇതിൻ്റെയൊക്കെ ബാക്കി പത്രം ഈ തെളിവുകൾ ഹാജരാക്കുക എന്നതായിരിക്കും. തീർച്ചയായിട്ടും രുചിഷ്, അങ്ങനെ തന്നെയാണ്. ഈ തെളിവുകൾ ഹാജരാക്കുക എന്നുള്ള ED-യെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ വെല്ലുവിളിയായിരുന്നു. പക്ഷേ അവർക്ക് തെളിവുകൾ ശേഖരിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. പ്രത്യേകിച്ചും നമ്മൾക്കറിയാം, കരുവന്നൂർ കേസുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ 100 കണക്കിന് മനുഷ്യർ ദുരിതത്തിലായ ഒരു കേസ് കൂടിയാണ്. പല ആളുകളും ലോൺ എടുക്കാതെ 50-60 ലക്ഷം രൂപയുടെ കടക്കാരായ ഒരു കേസ് കൂടിയാണിത്. മാത്രമല്ല, പണം അടച്ച ആളുകൾക്കായി ആയിക്കൊള്ളട്ടെ ലക്ഷങ്ങൾ നഷ്ടപ്പെട്ട ഒരു കേസ് കൂടിയാണിത്. അതുകൊണ്ട് തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനും ഈ കേസ് അന്വേഷിച്ചിരുന്ന മുൻ ക്രൈംബ്രാഞ്ചിനുമെല്ലാം കൃത്യമായ തെളിവുകൾ ഇത് സംബന്ധിച്ച് ശേഖരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, ഈ കേസിൽ 1ഉം 2ഉം സ്ഥാനങ്ങളിൽ നിന്ന പ്രതികൾ എല്ലാവരും തന്നെ CPM-വുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്ന ആളുകളായിരുന്നു.